ഹായ്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ദൃശ്യം 3യുടെ റിലീസിംഗ് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട്. ഏപ്രിൽ 2 വരേണ്ട സിനിമ മിക്കവാറും മെയ്യിലായിരിക്കും എന്ന തരത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് കുറച്ച് ദിവസങ്ങളായി ഒഫീഷ്യലായി ദൃശ്യത്തിന്റെ ഒരു അനൗൺസ്മെന്റും വരുന്നില്ല. ടീസറെല്ലാം സെൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ പുറത്തുവിടുന്നില്ല. അതിനുള്ള കാരണം ഇത് തന്നെയാണ്, റിലീസിംഗ് മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. GCCയിലെ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. GCCയിൽ നിന്ന് വരേണ്ട വലിയ കളക്ഷൻ കുറയും എന്നുള്ളൊരു പേടി തന്നെയാണ്. ഇപ്പോൾ വലിയ പ്രതീക്ഷയിൽ വരുന്ന ഒരു സിനിമയാണ് ആട് 3. മാർച്ച് 19-നാണ് റിലീസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എല്ലാവരും പ്രതീക്ഷിച്ചത് വലിയ രീതിയിലുള്ള ഒരു ബുക്കിംഗ് ഈ സിനിമയ്ക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അതായത് കേരളത്തിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലും വലിയ രീതിയിൽ ബുക്കിംഗ് കളക്ഷൻ ഉണ്ടാവും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. അങ്ങനെ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ടായി. ആ പ്രതീക്ഷയ്ക്ക് വലിയ രീതിയിലുള്ള മങ്ങലാണ് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും ആട് 3യുടെ ബുക്കിംഗ് മികച്ച ബുക്കിംഗ് തന്നെയാണ്, പക്ഷെ പ്രതീക്ഷിച്ച ലെവൽ ബുക്കിംഗ് വന്നിട്ടില്ല. ഇന്നലെ രാത്രി വരെ 1,60,00,000 താഴെയാണ് കേരളത്തിലെ ബുക്കിംഗ് വന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ബുക്കിംഗ് നടക്കുന്നില്ല എന്നുള്ളത് വളരെ നിരാശയായിട്ടുള്ള ഒരു വാർത്തയാണ്. 2.5 കോടിയോളം മാത്രമാണ് ഈ സിനിമയുടെ മൊത്തത്തിലെ ബുക്കിംഗ് കളക്ഷൻ. അതായത് വേൾഡ് വൈഡ് ബുക്കിംഗ് കളക്ഷൻ വെറും 2.5 കോടിയോളം മാത്രമാണ്. എല്ലാവരുടെയും പ്രതീക്ഷ ഈ സമയമാവുമ്പോഴേക്കും 10 കോടിക്ക് മുകളിൽ ഈ സിനിമയുടെ ബുക്കിംഗ് എത്തിയിട്ടുണ്ടാവും എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ വെറും 2.5 കോടിയോളം മാത്രമാണ് ഇതുവരെയുള്ള ബുക്കിംഗ് കളക്ഷൻ. ഇനി ഒരു ദിവസം കൂടിപ്പോയാൽ ഒരു 4 കോടി അല്ലെങ്കിൽ 5 കോടി. അപ്പോൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ബുക്കിംഗ് കളക്ഷൻ വളരെ ഇടിഞ്ഞിരിക്കുന്നു. അടുത്തേക്ക് നല്ല ഹൈപ്പുണ്ട്. ആ ഹൈപ്പിനൊത്ത് ബുക്കിംഗ് വരുന്നില്ല എന്നുള്ളത് മോശപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. കേരളത്തിലും കുറവാണ്, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ വളരെ കുറവാണ് കളക്ഷൻ. പക്ഷെ ദുരന്തർ എന്ന സിനിമ വമ്പൻ ബുക്കിംഗ് ആണ് നേടിക്കൊണ്ടിരിക്കുന്നത്. 120 കോടിയാണ് ദുരന്തർ എന്ന സിനിമയ്ക്ക് ബുക്കിങ്ങിലൂടെ മാത്രം വന്നിരിക്കുന്നത്. ഇവിടെ ആട് 3ക്ക് വലിയ കളക്ഷൻ വരേണ്ട ഏരിയ ഒന്ന് കേരളവും ഒന്ന് GCCയും തന്നെയാണ്. പക്ഷെ GCCയിൽ നിന്ന് വളരെ കുറവ് കളക്ഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ദൃശ്യം 3 ഏപ്രിൽ 2-ന് റിലീസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ദൃശ്യം 3 റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കില്ല കളക്ഷൻ. വമ്പൻ കളക്ഷൻ വരും എന്ന് നമുക്കറിയാം. പക്ഷെ അതിനേക്കാളും അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നത്. എന്തായാലും ആട് 3 പ്രതീക്ഷിച്ച ലെവൽ കളക്ഷൻ വരുന്നില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. വലിയ ബഡ്ജറ്റിലാണ് ആട് 3 വരുന്നത്. 100 കോടിക്കടുത്ത് ബഡ്ജറ്റ് ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അത് തിയേറ്ററുകളിൽ നിന്ന് കളക്ഷനായി നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകരുടെ വിശ്വാസം. അത് നടക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. ബുക്കിംഗ് മികച്ചത് തന്നെയാണ്, പക്ഷേ പ്രതീക്ഷ ലെവൽ ബുക്കിംഗ് ഇല്ല എന്നുള്ളത് എടുത്തു പറയുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ബുക്കിംഗ് കളക്ഷനിലൂടെ 1,60,00,000 താഴെ മാത്രമാണ് ഇതുവരെ വന്നിരിക്കുന്നത്. അതുപോലെ വേൾഡ് വൈഡ് ആയിട്ട് ബുക്കിംഗ് കളക്ഷനിലൂടെ വന്നിരിക്കുന്നത് 2.5 കോടിയോളം മാത്രമാണ്. കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ പ്രീ സെയിൽ കളക്ഷൻ എത്ര എത്തും എന്നറിയാൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.